കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ദിനം 2023 മെയ് 13 പകൽ 11:53. മീഡിയ വൺ യൂട്യൂബ് കാഴ്ചക്കാരിൽ രണ്ടാമത് 60,512 പ്രേക്ഷകർ. ആ സമയത്തെ പ്രേക്ഷക വർധനാ നിരക്ക് 3,900%. ഇത് മാർക്കിൽ നോക്കിയാലോ? ആ ദിവസം മീഡിയ വണ്ണിന് ആകെ കൂടിയത് 0.07 GRP, ചാർട്ടിൽ ഏറ്റവും ഒടുവിൽ തന്നെ. സമീപകാലത്തെ മറ്റൊരു സുപ്രധാന ഉദാഹരണം കൂടി. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 9 വൈകിട്ട് ഖത്തറിന് നേർക്ക് ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിത ആക്രമണം. രാത്രി 8:45. യൂട്യൂബ് ചാർട്ടിൽ 20,000-നും 25,000-നും ഇടയിൽ പ്രേക്ഷകരുമായി മീഡിയ വൺ 1ാം സ്ഥാനത്ത്. പക്ഷേ ആ ദിവസത്തിൻ്റെ ബാർക്ക് റേറ്റിംഗിൽ ഇതേ സമയത്ത് മീഡിയ വൺ 0.35 GRPയുമായി 10ാം സ്ഥാനത്ത്. അതെ, ഡിജിറ്റലിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തായിരിക്കുമ്പോൾ ബാർക്കിൽ 10ാം സ്ഥാനത്തായിരിക്കുന്ന ഈ പരിപാടിയുടെ പേരാണ് വഞ്ചന, അഥവാ തട്ടിപ്പ്, അഥവാ അക്രമം, അഥവാ നെറികേട്. ഇങ്ങനെ പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പിനെ അതീവ രഹസ്യമായി നിഗൂഢമായി അട്ടിമറിക്കുന്ന പരിപാടിയാണ് ബാർക്ക്. ആ റേറ്റിംഗ് വെച്ചിട്ടാണ് കേരളത്തിൽ 4,000-5,000 കോടിയുടെ ബിസിനസ് നടക്കുന്നത്. ആരൊക്കെയാണ് കബളിപ്പിക്കപ്പെടുന്നത്? നിങ്ങൾ തീരുമാനിക്കുക. മീഡിയ വണ്ണിന് 11 വർഷം നീണ്ട അതിൻ്റെ പ്രവർത്തന ചരിത്രത്തിലൂടെ കൈവന്നിട്ടുള്ള അതിശക്തമായ പ്രേക്ഷക പിന്തുണയും വിശ്വാസ്യതയുമുണ്ട്. ബാർക്കിൻ്റെ ചാർട്ട് കാണിച്ചാൽ പൊട്ടിപ്പോകുന്നതല്ല ഈ ചാനലും അതിൻ്റെ പ്രേക്ഷകരും തമ്മിലുള്ള മാധ്യമപ്രവർത്തനത്തിലെ നേരും നന്മയും മുൻനിർത്തിയുള്ള ഉടമ്പടി. ലോകത്തിൻ്റെ ഏത് കോണിലും മീഡിയ വണ്ണിന് പ്രേക്ഷകർ മനസ്സർപ്പിച്ചു തന്ന വിലാസമുണ്ട്. അതിനേക്കാൾ വിലമതിക്കുന്നതല്ല ഏത് ഏജൻസിയുടെയും റേറ്റിംഗ് ചാർട്ട്. ബാർക്കിൻ്റെ കണക്കെടുപ്പിലെ അപാകങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അതേ പ്ലാറ്റ്ഫോമിൽ നേരിട്ടും മെയിൽ വഴിയും മീഡിയ വൺ നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഗുണകരമായ മാറ്റമുണ്ടാകും വിധമുള്ള നടപടി ബാർക്കിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വീണ്ടും വീണ്ടും മെയിൽ അയച്ച് കാത്തിരിക്കുക എന്നത് അർത്ഥശൂന്യമാണ്. അതിനാൽ ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്: മീഡിയ വൺ ബാർക്കുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്.